ഹാപ്പി വിഷു. വിഷുവായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കാലത്ത് തന്നെ ഏട്ടൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയത്. അമ്പലങ്ങളിലൊക്കെ പോയി ഏട്ടൻ വന്നപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ കുടിയായി. ചായക്ക് വെള്ളയപ്പവും ഇഷ്ടമായിരുന്നു. അതിനുശേഷം കുഞ്ഞപ്പനെയും കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഏട്ടനും അവൻ്റെ അച്ചാച്ചനും അവന് വിഷുക്കൈ നീട്ടം കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ അവനെയും കളിപ്പിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും ഉച്ചയായി. പിന്നെ കുഞ്ഞപ്പനയിലേക്കിട്ട് ചോറ് കൊടുത്തു. ഞങ്ങളെല്ലാം ലാവിഷായിട്ട് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വികാനുവിനെയും മഞ്ഞുമോളെയും കളിപ്പിച്ചു കുറച്ച് നേരം. പിന്നെ അവർക്കും ഏട്ടൻ വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്തു. രണ്ടുപേരും അത് 5 കയ്യിൽ വെച്ചു. അതിനുശേഷം പിന്നെ വിഷുവിൻ്റെ കലാപരിപാടി പടക്കം പൊട്ടിക്കലായി. ഈ ഇടയ്ക്ക് എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവനും അവൻ്റെ വൈഫ് ലക്ഷ്മി ഉണ്ടായിരുന്നു വിഷുവായിട്ട്. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു. വികാനും മഞ്ഞുമോൾ ആദ്യമൊക്കെ കരച്ചിലായിരുന്നു. പിന്നെ അവർക്കും ഇഷ്ടമായി, അവരും പൊട്ടിച്ചു. ലാസ്റ്റ് എല്ലാം കൂടെ പൊട്ടിച്ച് ചറപറയായി വിഷു. അങ്ങനെ ഈ വർഷത്തെയും വിഷു കഴിഞ്ഞു.